ലീഗൽ അല്ല എന്നറിയുന്നതും ഇതൊരു തട്ടിപ്പാണെന്ന് അറിയുന്നതും ഒരു 2 മാസം അതിലേക്ക് മെനക്കെട്ട ശേഷമാണ്. ആ 2 മാസം കൊണ്ട് തന്നെ ഏകദേശം ഒരു 30-40 ലക്ഷം രൂപ ഞാൻ മുഖേന അതിലേക്ക് ഫണ്ടിങ് പോയിട്ടുണ്ട്. 40 ലക്ഷം രൂപ അവിടെ എനിക്ക് ബാധ്യതയായി. അതായത് ഇവിടെ ജനങ്ങളോട് മേടിച്ച പൈസയ്ക്ക് ഞാൻ അവിടെ ബാധ്യസ്ഥനായി. സൂസൈഡ് ചെയ്യാൻ വേണ്ടി നോക്കി. അങ്ങനെ ഞാൻ മരിക്കാൻ നോക്കിയ എന്നെ രക്ഷിച്ച എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ആൾക്ക് ഞാൻ പൈസ കൊടുക്കാനുണ്ട്. ആ ആള് ജീവിച്ചിരിപ്പില്ല. ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങി. ഫോറക്സ് വലിയ ട്രേഡിംഗ് മുൻപരിചയങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങുവാണ്. ഡിഗ്രിക്ക് ശേഷം എറണാകുളം ഊബർ ഓടിക്കാനാണ് എറണാകുളത്ത് ഫസ്റ്റ് വരുന്നത്. ആ ഊബർ ഓടിക്കാൻ വന്ന ഞാൻ പിന്നീട് വരുന്നത് ഫോർച്യൂണറിലാണ്. ഇനി ഒരിക്കലും താഴ്ത്തേട്ട് വരേണ്ട സാഹചര്യമില്ല. വൃത്തിയായിട്ട് അത് ചെയ്തു പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. പിന്നെ എങ്ങനെയാണ് താഴ്ത്തേക്ക് പോയത്? പ്രോഫിറ്റ് ഉണ്ട്, അല്ലാത്ത ജനങ്ങളുടെ ഫണ്ടുണ്ട്. ഈ ഫണ്ടൊക്കെയാണ് ഞാൻ അവർക്ക് വേണ്ടി കൊടുത്തത്. 50 ലക്ഷം രൂപ അവരെ ഏൽപ്പിച്ചു. 50 ലക്ഷം രൂപ ഏൽപ്പിച്ചു. ട്രേഡും തിരിച്ചടിച്ചു. വണ്ടി ആക്സിഡൻ്റ് ആയി. അങ്ങനെ കുറേ പൈസ പോയി. നമസ്കാരം, രംഗുവാണ്. സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പൊതുവെ സ്പാർക്കിൽ വന്നിരിക്കാറ് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയ സംരംഭകർ അവരുടെ കഥ പറയാനാണ്. എന്നാൽ ഈ തവണ വലിയൊരു വ്യത്യാസമുണ്ട്. ഒട്ടനവധി തവണ വലിയ വിജയങ്ങൾ നേടുകയും പിന്നീട് വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംരംഭകൻ്റെ കഥയാണ്. അതെ, ഇത് വാഴ്ചയുടെയും വീഴ്ചയുടെയും രണ്ടാം വരവിൻ്റെയും കഥയാണ്. നമസ്കാരം. സ്പാർക്കിൻ്റെ വേദിയിലേക്ക് നിതിൻ. നമസ്കാരം. നിതിൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നത് മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങൾ അതിൽ ഉണ്ട്. നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു പാഠപുസ്തകമാക്കേണ്ട അനുഭവങ്ങളുള്ള വ്യക്തിയാണ് നിതിൻ. നിതിൻ്റെ നാടെന്ന് പറയുന്നത് വയനാടാണെന്ന് എന്നോട് പറഞ്ഞു. നിതിൻ്റെ ജീവിതം തുടങ്ങിയത് വയനാട്ടിൽ നിന്ന് തന്നെയാണോ? നാട്ടിൽ നിന്ന്? അതെ, വയനാട് തന്നെയാണ് സ്ഥലം. വയനാട്ടിൽ കോളേരി എന്ന് പറയുന്ന സ്ഥലമാണ്. കോളേരി പഠിച്ചതും +2 വരെ പഠിച്ചത് കോളേരിയാണ്. പിന്നെ പുൽപ്പള്ളി SN കോളേജിലാണ് ഡിഗ്രി ചെയ്തത്. ഡിഗ്രി BCom ആണ് ചെയ്തത്. പിന്നെ സപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പഠിക്കാൻ വലിയൊരു എക്സ്പെർട്ട് അല്ലാത്തത് കൊണ്ടാണ് സപ്ലൈ കാര്യങ്ങളൊക്കെ കിട്ടിയത്. ബാക്ക് ബെഞ്ചർ ആയിരുന്നു. ആ സമയത്ത് നമ്മുടെ ഒരു ആ യൂത്തിൻ്റെ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അടിച്ചുപൊളി കാര്യങ്ങൾ, പാർട്ടി, പിന്നെ അല്ലാതെ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ജോലി കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. പിന്നെ സെമ്മോട്ട് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ 7 പേപ്പർ കിട്ടാനുണ്ട്. പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല. ഈ പഠിക്കാനുള്ള സമയത്ത് കുറച്ച് ജോലിക്ക് പോയി എന്ന് പറഞ്ഞു. അതെ. എന്തെല്ലാം തൊഴിലായിരുന്നു ആ സമയത്ത് ചെയ്തു തുടങ്ങിയത്? ആ സമയത്ത് മെയിനായിട്ട് ചെയ്തത് ലൈറ്റ് ആൻഡ് സൗണ്ട്. പന്തൽ മണിക്കൊക്കെ പോകുമായിരുന്നു. അപ്പം പന്തൽ മണി എന്ന് പറയുന്നത് ഈ കല്യാണ സമയത്തൊക്കെ കയറ് പന്തലുണ്ട്. ആ സമയത്ത് ആ പണിക്ക് പോകുന്നുണ്ട്. പിന്നെ ടൈൽസിൻ്റെ പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഈവനിങ് ഒരു ഹോട്ടലിൽ ജോബിന് പാത്രം കഴുകാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് പാത്രം കഴുകുന്നതിന് അതൊരു ഇൻസിഡൻ്റാണ്. അന്ന് നമ്മൾ ആ ജോലി നിർത്താൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഈ മാനേജർ നമ്മളോട് ബാത്റൂം കഴുകാൻ വേണ്ടി പറഞ്ഞു. അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളിതൊരു ടൈം പാസിന് വേണ്ടി പോകുന്നതാണ്, ഒരു ചെറിയൊരു എമൗണ്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ ജോബ് വേണ്ടെന്ന് വെച്ചു. പിന്നെ നമ്മൾ പല രീതിക്ക് വീക്കെൻഡൊക്കെ പണിക്ക് പോകും. ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ പണിക്ക് പോയിട്ടുണ്ട്. പഠിത്തം വഴിയെ ബാക്കി എല്ലാ പണിയെടുക്കുമായിരുന്നു. എല്ലാ പണിയെടുക്കുമായിരുന്നു, അങ്ങനെ പറയാം. എന്നിട്ട് ജീവിതത്തിൽ വീട്ടിൽ ആരെങ്കിലുമൊക്കെ സംരംഭകരായിരുന്നു? ഇല്ല, വീട്ടിലങ്ങനെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സംരംഭക ബിസിനസ് കാര്യങ്ങളൊന്നുമല്ല. അച്ഛൻ കൃഷിപ്പണി കാര്യങ്ങളൊക്കെയാണ്, കൂലിപ്പണിക്ക് പോയിരുന്നു. അമ്മ അതുപോലെ തന്നെ പോകുമായിരുന്നു. ഇപ്പം വീട്ടിൽ തന്നെയാണ് അമ്മയും അച്ഛനൊക്കെ. പിന്നെ ചേട്ടായി അത്യാവശ്യം പഠിപ്പിച്ചതാണ്. എന്നെക്കാട്ടും കൂടുതൽ പഠിക്കും. ആളിപ്പോൾ എഞ്ചിനീയറാണ്. കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അതിനുശേഷം ഒരു സംരംഭത്തിലേക്ക് വന്നു. അതാണ് ജീവിതത്തിലെ വഴിത്തിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ആദ്യം തന്നെ ബിസിനസ് ആണ് താല്പര്യം എന്നുള്ളത് കൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. കേരളത്തിലുള്ള എല്ലാ പിള്ളേരുടെയും ആഗ്രഹം അത് തന്നെയാണ്. അതും നല്ല രീതിക്ക് ഉണ്ടാക്കണം. ചിലർക്കൊക്കെയാണ് വേറെ ഇല്ലീഗലായിട്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡേ ഉള്ളൂ. നമുക്ക് എങ്ങനെയെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് പേരിൽ പൈസ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ ഇറങ്ങിയൊരു പരിപാടിയാണ് ഒരു മണി ചെയിൻ എന്നുള്ളൊരു പരിപാടി. അത് ഏകദേശം ലീഗൽ അല്ലല്ലോ. മണി ചെയിൻ ലീഗലല്ല. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ അറിയുന്നത് ലീഗലല്ല എന്നറിയുന്നതും ഇതൊരു തട്ടിപ്പാണെന്ന് അറിയുന്നതും ഇത് മണി ചെയിൻ ആണെന്ന് അറിയുന്നത് തന്നെ ഒരു 2 മാസം അതിലേക്ക് മെനക്കെട്ട ശേഷമാണ്. ആ 2 മാസം കൊണ്ട് തന്നെ ഏകദേശം ഒരു 30-40 ലക്ഷം രൂപ ഞാൻ മുഖേന അതിലേക്ക് ഫണ്ടിങ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് കമ്മീഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസ ആവുന്നത്, വണ്ടി ആവുന്നത്, കാര്യങ്ങളൊക്കെ ആവുന്നത്. ഈ 40 ലക്ഷം രൂപ എന്ന് വെച്ചാൽ സ്വന്തം കയ്യിൽ നിന്ന്? അല്ലല്ല, 40 ലക്ഷം രൂപ എടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എൻ്റെ അടുത്തില്ലല്ലോ. നമ്മുടെ ബന്ധങ്ങൾ വെച്ചിട്ട് ഈ പറയുന്ന ട്രേഡിൽ നിന്ന് ഇത്ര പ്രോഫിറ്റ് കിട്ടും എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ത്രൂ വേറെ ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ മുഖേന ആ ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്.
അപ്പോൾ അതിൽ 1-2 മാസമൊക്കെ കറക്റ്റ് പേയ്മെൻറ്റ് പോയി. മൂന്നാമത്തെ മാസമാണ് നമ്മൾ അറിയുന്നത് ഇതൊക്കെ വെറും ഡിജിറ്റാണ്, നമ്പർ വെറും ഡിജിറ്റാണ്. ഒറിജിനൽ ട്രേഡിംഗ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ച് വന്നപ്പോഴത്തേക്കും ഇത് മണി ചെയിനാണെന്ന് മനസ്സിലാക്കി. ആ സമയത്ത് നമ്മളത് സ്റ്റോപ്പ് ചെയ്ത്. പക്ഷേ അപ്പോഴേക്കും 40 ലക്ഷം രൂപ പെട്ടു. 40 ലക്ഷം രൂപ അവിടെ പെട്ടുപോയി. തിരിച്ചെടുക്കാൻ പറ്റിയില്ല. 40 ലക്ഷം രൂപ അവിടെ എനിക്ക് ബാധ്യതയായി. അതായത് ഇവിടെ ജനങ്ങളോട് മേടിച്ച പൈസയ്ക്ക് ഞാൻ അവിടെ ബാധ്യസ്ഥനായി. അപ്പോൾ അതെങ്ങനെയെങ്കിലും കടങ്ങൾ വീട്ടുകയും ചെയ്യണം, എന്നാൽ പുതിയൊരു വരുമാന മാർഗവും കണ്ടെത്തുകയും വേണം. ആ ടൈമിലാണ് ഷെയർ മാർക്കറ്റ് എന്താണെന്ന് പഠിക്കുന്നത്, ഫോറക്സ് ട്രേഡിംഗ് എന്താണെന്ന് പഠിക്കുന്നത്. അപ്പം ഷെയർ മാർക്കറ്റിനെക്കാട്ടും കൂടുതൽ ഫോറക്സാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത്. വീണ്ടും നമ്മൾ എന്താണെങ്കിലും ഇത് ഫണ്ട് നമ്മൾ മേടിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നമുക്കത് ഒറിജിനലായിട്ട് നമുക്ക് സ്വയം ചെയ്തുകൂടാന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഫോറക്സ് ചെയ്യുന്നത്. ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങി. വലിയ മുൻപരിചയങ്ങളൊന്നുമില്ല, ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങുവാണ്. കാരണം ആ സമയത്ത് വേറെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മാസം ഒരു 15,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഈ 40 ലക്ഷം രൂപ ബാധ്യത തീർക്കാൻ പറ്റില്ല. അപ്പം എങ്ങനെയാണോ പൈസ കളഞ്ഞത്, പൈസ പോയത്, ഏതിലൂടെയാണോ പോയത് അതിലൂടെ തന്നെ തിരിച്ചു പിടിക്കാൻ നോക്കി. ഓക്കെ, അപ്പം ഈ ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി പഠിച്ചു. അതിലും നഷ്ടം സംഭവിച്ചു. വീണ്ടും നഷ്ടം സംഭവിച്ചു. കാരണം അറിയാത്തൊരു മേഖലയാണ്. ഫസ്റ്റ് നമ്മൾ പോയിട്ട് പൈസ ഇട്ടു, കുറച്ച് ചെയ്ത് നോക്കി, ലോസായി, കാര്യങ്ങളായി, വീണ്ടും ലോസായിട്ട് തന്നെയാണ് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 40 ലക്ഷം രൂപ ഇപ്പോൾ വീണ്ടും ലോസ് എന്ന് പറയുമ്പോൾ 10-25 ലക്ഷം രൂപയുടെ ഒന്നും ഇരിക്കട്ടെ, ഇത്രയും തുക നാട്ടുകാരെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെ, അവർ വീട്ടിലൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ല സമയത്ത്? ആ ടൈമിൽ പ്രശ്നം ഉണ്ടാക്കിയില്ല. കാരണം ഇവിടുന്ന് നമുക്ക് ഫണ്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ ആയിട്ട് ഇവർക്ക് കൊടുക്കേണ്ട പേയ്മെൻറ്റ് നമ്മൾ മാസം കൊടുത്തുകൊണ്ടിരുന്നു. പേ ഔട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസം നമുക്ക് കളയാൻ പറ്റില്ല. നമ്മളെ വിശ്വസിച്ച ഒരാൾ പൈസ തന്നിട്ടുണ്ടെങ്കിൽ മാസം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന പൈസ അത് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പം നമ്മൾ ഇവിടുന്ന് പലിശയ്ക്കൊക്കെ മേടിച്ചിട്ട് പൈസ കൊടുത്തു. അപ്പം ആ വിശ്വാസപ്പുറത്ത് വീണ്ടും അവർ പൈസ തന്നു. പക്ഷെ ആ പൈസയൊന്നും ഈ ട്രേഡിങ്ങിലേക്ക് പോയില്ല, നമ്മൾ സ്വന്തം ട്രേഡ് ചെയ്തു. ആ ട്രേഡ് രക്ഷപ്പെട്ടു. ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും രക്ഷപ്പെട്ടു. ഒരു 50 ലക്ഷം രൂപേൻ്റെ അടുത്ത് ലാഭം മാത്രം ഉണ്ടാക്കി. 50 ലക്ഷം രൂപ ലാഭം മാത്രം ഉണ്ടാക്കി. ഇവിടെ ആ നമ്മൾ മുഖേന കൊടുത്ത 40 ലക്ഷം രൂപ 30 ലക്ഷത്തി സംതിങ് അത് ഫുള്ള് നമ്മൾ ക്ലിയർ ചെയ്തു. കടങ്ങൾ മുഴുവൻ വീട്ടി. ആ ഒരു കടങ്ങൾ മൊത്തം വീട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോറക്സ് ട്രേഡിംഗ് അറിയാത്ത ഒരാൾക്ക് 3 മാസം കൊണ്ട് പഠിച്ച് ചെയ്യാവുന്ന ഒരു മേഖലയാണോ ഇത്? ഫോറക്സ് ട്രേഡിംഗ് ഫോറക്സ് ട്രേഡിംഗ് അറിയാത്ത ഒരാൾക്ക് ആദ്യത്തെ ഒരു 3 മാസം കൊണ്ട് എന്തായാലും നഷ്ടം സംഭവിക്കും. 3 മാസമല്ല, ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ടൊക്കെ നഷ്ടം സംഭവിക്കും. പിന്നീട് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുക. ഇതിൽ കുറച്ച് ഒരുപാട് നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ മാത്രം വിചാരിച്ച് കഴിഞ്ഞാൽ ഫോറക്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പല മേഖലകളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഒരു 6 മാസം എന്തായാലും എടുക്കും. 6 മാസം കഴിഞ്ഞാൽ ചിലർ പറയും 2 വർഷം എടുക്കും, 3 വർഷം എടുക്കുന്നൊന്നും. അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി പോലെയാണ്. ഇതിൽ ഓരോ കോമൺ സെൻസ് യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫണ്ടും ക്യാപിറ്റലും നമുക്ക് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് എന്തായാലും ഫോറക്സിലൂടെ കടങ്ങളൊക്കെ വീട്ടി നാട്ടിൽ വീണ്ടും രാജാവായിട്ട് തിരിച്ചെത്തി എന്ന് പറയാം. അങ്ങനെ ഫോറക്സ് ട്രേഡിങ്ങിലൂടെ ക്യാഷൊക്കെ ഉണ്ടാക്കി, അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി, വണ്ടിയൊക്കെ മേടിച്ചു, കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ മേടിച്ചു. ആദ്യം ഓൾറെഡി നമ്മൾ ആ ചെയ്തിരുന്ന ഫണ്ടിങ്ങിൽ ഒരു XUV ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് വണ്ടി. അപ്പം ബ്ലാക്കാണ് എനിക്ക് താല്പര്യമുള്ളൊരു കളറ്. അതിനുശേഷം ഒരു ഫോർച്യൂണർ മേടിച്ചു, ഫോക്സ്വാഗൺ മേടിച്ചു, പിന്നെ ഒരു 2-3 വണ്ടി, ചെറിയ വണ്ടികളൊക്കെ മേടിച്ചു. നാട്ടിൽ ചെറിയൊരു കോടീശ്വരനായെന്നും അല്ലെങ്കിൽ ഒരു ലക്ഷപ്രഭ എന്നൊക്കെ പറയായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം മറ്റുള്ളവർക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്നൊക്കെ. ആ സമയത്തൊക്കെ പറഞ്ഞത് അവൻ എന്തോ ഉടായ്പ പരിപാടിയാണ്, കള്ളക്കടത്താണെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്കറിയാവുള്ളൂ ജെന്യൂൻ ട്രേഡിംഗ് എന്താണ്, ഗോൾഡ് ട്രേഡിംഗ് എന്താണ്, ഓൺലൈൻ ട്രേഡിംഗ് എന്താണെന്ന് പറയുമ്പോൾ പോലും മറ്റുള്ളവർ ചിന്തിക്കുന്ന വേറെ എന്തൊക്കെയാണ്. നമുക്ക് മനസ്സിലാകാത്ത എന്തോ പറഞ്ഞ് പറ്റിക്കുകയാണ്. വയനാട് ആ ഒരു ഏരിയയിലൊക്കെ പിന്നെ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാലും നെഗറ്റീവാണ്. നമ്മൾ ഓൾറെഡി ഈ മണി ചെയിൻ പരിപാടി ചെയ്തതുകൊണ്ട് നമ്മളിവിടെ ജെനുവിൻ പരിപാടിയിലേക്ക് എത്തിയപ്പം, ജെനുവിൻ ബിസിനസ്സിലേക്ക് എത്തിയപ്പം അവർ അത് പറയുന്നത് പഴയ പരിപാടി തന്നെയാണെന്നാണ്. മനസ്സിലായില്ല. എന്തായാലും അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ജീവിതത്തിൽ വലിയൊരു വിജയത്തിലേക്ക് പോയി. എന്തായാലും ഫോറക്സ് പഠിച്ചു, ഇനി ഒരിക്കലും താഴ്ത്തേട്ട് വരേണ്ട സാഹചര്യമില്ല. അത് ചെയ്തു പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. പിന്നെ എങ്ങനെയാണ് താഴ്ത്തേക്ക് പോയത്? ഒരു താഴ്ച ഉണ്ടായിരുന്നു. പൊതുവേ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കും. പിന്നെ ഒരാൾ നമ്മളെ കൺവിൻസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എല്ലാവരും വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് സ്നേഹിക്കും. അപ്പം എന്നോട് 2-3 ആൾക്കാർ ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തരാം, ഞങ്ങൾക്കും പ്രോഫിറ്റ് തരുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ സമീപിച്ചു. അപ്പം അത് എന്നെ സമീപിച്ചത് എന്നെ പറ്റിക്കാനാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അവർ വേറൊരു ബിസിനസ് പറഞ്ഞു, ഒരു ട്രേഡ് ആൻഡ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഓൾറെഡി ഈ ഫോറക്സ് ട്രേഡിങ്ങിൽ നിന്നൊരു വരുമാനം വരുമ്പം സെപ്പറേറ്റ് ഒരു ഇൻകം കൂടി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവർ പറഞ്ഞ ബിസിനസ്സിലേക്ക് ഞാനൊരു 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. കണ്ണും പൂട്ടി.
ആരായിരുന്നു അവരാരായിരുന്നു? അത് കറക്റ്റ് എറണാകുളത്തുള്ളവരാണ്. കറക്റ്റ് പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞാലൊന്നും ആർക്കും അറിയില്ല. എന്നാലും അത്യാവശ്യം കേരളത്തിലുള്ള ആൾക്കാരൊക്കെ അറിയുന്ന കുറച്ച് പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതിൽ എനിക്ക് ഏകദേശം 50 ലക്ഷം രൂപേൻ്റെ അടുത്ത് നഷ്ടം സംഭവിച്ചു. കാരണം ഇതൊക്കെ ട്രേഡിൽ നിന്നുള്ളൊരു പ്രോഫിറ്റുണ്ട്, അല്ലാത്ത ജനങ്ങളുടെ ഫണ്ടുണ്ട്. ഈ ഫണ്ടൊക്കെയാണ് ഞാൻ അവർക്ക് വേണ്ടി കൊടുത്തത്. 50 ലക്ഷം രൂപ അവരെ ഏൽപ്പിച്ചു. 50 ലക്ഷം രൂപ ഏൽപ്പിച്ചു. അപ്പോൾ അവർ തിരിച്ചെന്ത് പറഞ്ഞു? അത് തിരിച്ചു തരാതിരിക്കുമ്പോൾ തിരിച്ച് പറഞ്ഞത് ഞാനൊരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഇതൊരു പറ്റീരാണ്, എന്നെ പറ്റിച്ചതാന്നൊക്കെ ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ആ ടൈമിൽ ചോദിച്ചപ്പോൾ നമുക്കത് തിരിച്ചു തരാം, ക്ലിയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആ പൈസയൊക്കെ ആ സമയത്ത് തന്നെ അവർ ചിലവാക്കി. അവർ ഇതിന് വേണ്ടിയിട്ട് മാത്രം നടക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഇവർ പറ്റിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്. ആ ചതിയിൽ പോയി പെടുകയാണ്. ആ ചതിയിൽ പോയി പെട്ടു. ഇത് മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്താണ് ബോധമില്ലേ, വിവരമില്ലേ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്നതല്ലേ, എന്താണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ അധികം ആരോടും ആ സമയത്ത് പറഞ്ഞില്ല. അപ്പം കേസാക്കിയോ? കേസാക്കിയില്ല. കാരണം കേസ് കാര്യങ്ങളൊക്കെ ആക്കി പോയി കഴിഞ്ഞാലും പിന്നെ അതിൻ്റെ പുറകെ പോകണം, അത് ഭയങ്കര വിഷയമാവും. പിന്നീട് ഇതിനെപ്പറ്റി നോക്കാമെന്നുള്ള രീതിക്ക് പൈസ പോയത് പോയി. അപ്പോൾ അതെന്തായാലും തിരിച്ചു പിടിക്കണം. അതേസമയം ഇവിടെ ഈ പൈസ പോയത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരും. അവരുടെ പേ ഔട്ട് പെൻഡിങ് ആവും. ഓൾറെഡി നമ്മൾ മേടിച്ചിട്ടുണ്ട് കുറച്ച് പൈസയൊക്കെ. അവരുടെ കാശാണ് കൊടുത്തേക്കണേ. അവരുടെ കാശും കുറച്ച് അവരുടെ ക്യാഷാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ അസറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ട്രേഡ് ഉണ്ടല്ലോ, ആ ട്രേഡിലൂടെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കി നമുക്ക് തിരിച്ചു പിടിക്കാം. ഈ ഒരു മിസ്റ്റേക്ക് ആരും അറിയണ്ട എന്നുള്ള രീതിക്ക് ഫോറക്സ് തന്നെ കണ്ടിന്യൂ ചെയ്തു. ആ ടൈമിലാണ് ഉക്രൈൻ വാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉക്രൈൻ വാറിൻ്റെ അടുത്ത് ആ സമയത്ത് ഏകദേശം ഒരു 15 ലക്ഷം രൂപ അങ്ങനെയും നഷ്ടം സംഭവിച്ചു. ട്രേഡും തിരിച്ചടിച്ചു. വണ്ടി ആക്സിഡൻ്റ് ആയി, അങ്ങനെ കുറേ പൈസ പോയി. വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് വെച്ചാൽ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം രാത്രി ഫോൺ നോക്കിയതാണ്, വണ്ടി ആക്സിഡൻ്റ് ആയി. ആ സമയത്താണ് വണ്ടി ആക്സിഡൻ്റ് ആയപ്പോഴാണ് പിറ്റേ ദിവസം ഞാൻ പോയി വേറെ വണ്ടി എടുക്കുന്നത്. കാരണം വണ്ടി ആക്സിഡൻ്റ് ആയ സമയത്ത് തന്നെ ഓരോ ആൾക്കാർ നമ്മൾ വീഴാൻ വേണ്ടിയിട്ട് ആണല്ലോ എല്ലാവരും കാത്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു, ഇവൻ ഏതോ ഒരു പെണ്ണിനെയും കൊണ്ടുപോയി രാത്രി വണ്ടി നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല, പോസ്റ്റിന് ഇടിച്ച് കയറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിയൊന്നുമില്ല. ഞാൻ ബ്രദറിന് മേടിച്ചു കൊടുത്തൊരു വണ്ടിയുണ്ട്. അപ്പം ഈ വണ്ടി പോയപ്പോൾ ഇതിനെക്കാട്ടും വലിയൊരു വണ്ടി മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ വയനാട്ടിൽ നിന്നൊരു ടാക്സി വിളിച്ചിറങ്ങി. വയനാട്ടിൽ നിന്ന് ഇറങ്ങി അന്ന് രാത്രി തന്നെ 12 മണിയായപ്പോഴത്തേക്കും കാശുണ്ട്. ആ സമയത്തും കാശുണ്ട്, കയ്യിൽ കാശുണ്ട്. അങ്ങനെ രാത്രി 12 മണിയായപ്പോഴാണ് നമ്മുടെ സഫാരി കാസ് നിലമ്പൂർ അവിടെ നിന്നൊരു വണ്ടി കിട്ടി. അങ്ങനെ ആ വണ്ടിയായിട്ട് തിരിച്ച് രാത്രി വീട്ടിലേക്ക് പോയി. എന്നാലും പൈസേൻ്റെ ബാക്കപ്പ് കുറഞ്ഞുകൊണ്ടിരുന്നു. കയ്യിലുണ്ടായിരുന്ന കാശ് കുറേ പേര് കൊണ്ടുപോയി. കാശ് ട്രേഡിലുള്ള ഫണ്ട് കുറഞ്ഞുകൊണ്ടിരുന്നു, ക്യാപിറ്റൽ കുറഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും തിരിച്ചു പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ വന്നു, പാളിച്ചകൾ സംഭവിച്ചു. പേ ഔട്ട് പെൻഡിങ് ആയി, പലിശയ്ക്ക് പൈസ എടുത്തു, റോളിങ്ങിലേക്ക് പോയി. ഈ പേ ഔട്ട് കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുത്തു, റോൾ ചെയ്തു. എന്നാലും വിചാരിച്ച പോലെ കണക്കുകൂട്ടലൊക്കെ തെറ്റി. ഒരു ചീട്ട് കൊട്ടാരത്തിൻ്റെ അടിയിൽ ഒരു ചീട്ട് പോയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ പതിയെ എല്ലാം പൊട്ടിപ്പോയി. വണ്ടികൾ വിറ്റു. വണ്ടി പണയം വെച്ചു. കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ആദ്യം പണയം വെച്ചു. പിന്നെ അതൊക്കെ വിൽക്കേണ്ടി വന്നു. അതും പ്രോപ്പർട്ടിയൊക്കെ മേടിച്ചതിൽ നമ്മൾ കുറച്ച് പേയ്മെൻറ്റൊക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. നിലവിൽ നല്ലൊരു ഏകദേശം 2-2.5 കോടിയോളം കടത്തിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അന്നത്തെ കട എത്ര രൂപ വരെ വന്നു തന്നു? അന്നത്തെ കടമാണ് ഇപ്പം നിലവിൽ 2.5 കോടി രൂപ വരെയുള്ള കടത്തിലേക്ക് ചെന്നു. 2.5 കോടി രൂപ വരെയുള്ള കടത്തിലേക്ക് അത് ചെന്നു. പിന്നീട് വീണ്ടും ഞാൻ ചോദിക്കട്ടെ, 2.5 കോടി കടത്തിലേക്ക് പോകുമ്പോൾ ട്രേഡിൽ ഒരിക്കൽ പോലും പിന്നീട് ലാഭം എടുക്കാൻ പറ്റുന്നില്ല? ലാഭം എടുക്കാൻ പറ്റുന്നില്ല. ട്രേഡിൽ മിനിമം ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ട്രേഡ് ചെയ്യുമ്പോൾ ഒരു മിനിമം ക്യാപിറ്റൽ അതിനകത്ത് വേണം. ആ ട്രേഡിൽ നിന്നുള്ള ക്യാപിറ്റൽ അടക്കം എടുത്ത് നമ്മൾ പേ ഔട്ട് കൊടുത്തു. വലിയൊരു ബിഗ് എമൗണ്ട് വരുമ്പോൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വിചാരിച്ച പോലെ ഫണ്ട് വന്നില്ല, എല്ലാം സ്റ്റക്കായിപ്പോയി. പിന്നെ വണ്ടികൾ പണയം വെച്ചു, കാര്യങ്ങളായി, സ്ഥലങ്ങൾ വിറ്റു. ഇപ്പോൾ ഇതേപോലെ തന്നെ എനിക്കൊരു ഇൻസിഡൻ്റ് ഉണ്ടായത്, ഞാൻ എറണാകുളത്ത് വന്നു എന്ന് പറഞ്ഞു. എറണാകുളത്ത് ഡിഗ്രിക്ക് ശേഷം എറണാകുളം ഊബർ ഓടിക്കാനാണ് എറണാകുളത്ത് ഫസ്റ്റ് വരുന്നത്. ആ ഊബർ ഓടിക്കാൻ വന്ന ഞാൻ പിന്നീട് വരുന്നത് ഫോർച്യൂണറിലാണ്. നിലമ്പൂരിൽ നിന്ന് എടുത്ത ഫോർച്യൂണറിലാണ് ഞാൻ വരുന്നത്. നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ആൾക്കാരാണല്ലോ. ഞാനങ്ങനെ ഡ്രീം ചെയ്തതിലേക്ക് ഞാൻ എത്തി. എത്രയും പെട്ടെന്ന് തന്നെ എത്തി. ദൈവം സഹായിച്ച് എത്തിയതായിരിക്കും. ഏത് പ്രായത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത്? ഇതൊക്കെ ഏകദേശം 22-23 ഏജിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എറണാകുളത്ത് ഒരു മഴയത്ത് നിൽക്കുമ്പം എൻ്റെ ഫ്രണ്ടിലൂടെ ഞാൻ എടുത്ത വണ്ടി, ഞാൻ പണയം വെച്ച വണ്ടി ഇങ്ങനെ പോവുക. അപ്പം ഞാൻ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഞാൻ ഓർത്തു,
ഞാൻ വന്നിരുന്നത് എങ്ങനെയാണ് എറണാകുളം വന്നതും അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എറണാകുളം വന്നതും അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എറണാകുളത്ത് നിൽക്കും എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ. മഴയത്ത് ഞാൻ ആ ഒരു ടൈമിൽ പൈസയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ എറണാകുളത്ത് വരുമ്പോൾ റാഡിസൺ ബ്ലൂവിലൊക്കെയാണ് ഹോട്ടലൊക്കെ റൂം എടുക്കുന്നത്. അത് അഹങ്കാരം കൊണ്ടല്ല, നമ്മുടെ ഒരു ആഗ്രഹമാണ് അതൊക്കെ. അങ്ങനെ റൂം എടുത്ത് നിന്നിരുന്ന ഞാൻ പിന്നെ ഞാൻ വന്നപ്പോൾ കിടക്കാൻ പോലും സ്ഥലമില്ല. നമ്മുടെ വൈറ്റില ഓവർ ബ്രിഡ്ജിൻ്റെ ആ താഴെയൊക്കെ ഞാൻ കിടന്നിട്ടുണ്ട് അന്ന് മഴയുള്ള സമയത്താണ്. കാരണം വേറെ ഫ്രണ്ട്സിനെ ഒന്നും വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നു. കാരണം ഒരുപാട് ഫ്രണ്ട്സുണ്ട്, ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഫ്രണ്ട്സ് മാത്രമല്ല, വേണ്ടപ്പെട്ട എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, സ്വന്തമായിട്ട് എല്ലാം നേടിയ ഒരു വിജയമുണ്ട്, അവിടെ നിന്ന് ടപ്പേന്ന് പറഞ്ഞ് താഴത്തേട്ട് പോകുന്നു. ഈ വീട്ടുകാരൊന്നും പറഞ്ഞില്ല ആ സമയത്ത്? വീട്ടുകാർ ആ സമയത്തൊന്നും പറഞ്ഞില്ല. പിന്നീട് ആ സമയത്ത് പറഞ്ഞെങ്കിലും അത് തിരിച്ചു പിടിക്കാൻ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അവർക്കും പേടിയായി തുടങ്ങി. കാരണം ഈ വലിയൊരു കടത്തിലേക്ക് പോയപ്പം ഇവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എത്ര പൈസ ഞാൻ മേടിച്ചിട്ടുണ്ട്, എത്ര പൈസ ഇടപാടുകളാണ് നടത്തുന്നതെന്നുള്ളതൊക്കെ. കാരണം ഒരു 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 കർഷകരായിട്ടുള്ളവർ ഇവർ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപയാണ് ഇവർ ബിഗ് എമൗണ്ട്. നമ്മൾ 1 കോടി 2 കോടി എന്നൊക്കെ പറയുമ്പം ഇവർ തന്നെ പേടിച്ചു പോയി. 21 വയസ്സുള്ള 2.5 കോടി കടത്തിൻ്റെ 2.5 കോടി കടത്തിൻ്റെ കഥ പറയുമ്പം അവർ തന്നെ പേടിച്ചു പോയി, തലേ കൈവച്ചിരുന്നു. അങ്ങനെ ഏകദേശം 10-100 ആൾക്കാർ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കച്ചറ ഉണ്ടാക്കും, പ്രശ്നങ്ങളാണ്, വീട്ടിൽ സമാധാനം ഇല്ല. അപ്പോൾ എന്നോട് എങ്ങോട്ടേലും മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മാറി നിന്നിട്ടും കാര്യമില്ല, എങ്ങനെയെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. നമുക്ക് ജോലി ചെയ്താൽ പോലും ഈ ഒരു കടം വീട്ടാൻ പറ്റില്ല. എങ്ങനെയാണോ പൈസ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഈ പൈസ ഉണ്ടാക്കിയിട്ട് കടം വീട്ടാൻ എനിക്കറിയാം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പല രീതിക്കും ഈ പറഞ്ഞ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. പരാജയപ്പെട്ടു. അങ്ങനെ പരാജയത്തിനൊടുവിലാണ് കൊച്ചിയിലേക്ക് വണ്ടി കയറുന്നത്. കൊച്ചിയിലേക്ക് ലാസ്റ്റ് അവസാനമായിട്ട് വണ്ടി, അതിന് ഇടയ്ക്കൊരു കാര്യം സംഭവിച്ചു. ഫോറക്സ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദുബായിക്ക് വിസ എടുത്ത് ഞാൻ ദുബായിക്ക് പോയി. ഫോറക്സിൽ തന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ദുബായിക്ക് പോയി. ദുബായിൽ ഒരു ലോണ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ കിട്ടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഏകദേശം ഒരു 8 ലക്ഷം രൂപേൻ്റെ അടുത്ത് അവിടെയും കളഞ്ഞു. ഓൾറെഡി വിസയൊക്കെ ഉണ്ട് ദുബായിൽ, ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല, കാശുണ്ടായില്ല. അവിടെ അങ്ങനെ 8 ലക്ഷം രൂപ അവിടെയും കളഞ്ഞു. അവിടെയും വീണ്ടും കളഞ്ഞു. തൊടുന്നോടത്തെല്ലാം പരാജയമാണ്, ഒരു കണ്ടകശേരിയുടെ ആരംഭമാണ് അങ്ങനെയും പറയാം. വീണ്ടും കൊച്ചിയിലേക്ക് വണ്ടി കയറി. അങ്ങനെയാണ് ഇപ്പോൾ കൊച്ചിയിൽ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഈ തിരിച്ച് കൊച്ചിയിലേക്ക് വണ്ടി കയറുമ്പോൾ അവിടെ പറയുന്ന നാട് വിട്ട് മുങ്ങി എന്നല്ലേ പറയുക? അല്ല, നാട് വിട്ട് ഞാൻ ദുബായിക്ക് പോകുമ്പോഴും എൻ്റെ ഫോൺ നമ്പർ ഞാൻ 1300 രൂപയാണ് റീചാർജ് ഇൻ്റർനാഷണൽ, അത് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം എന്നെ ആര് വിളിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു 10,000 രൂപ കൊടുക്കാനുള്ള ഒരാളാണെങ്കിലും 10 ലക്ഷം രൂപ കൊടുക്കാനുള്ള ആളാണെങ്കിലും എന്നെ വിളിച്ചാൽ കിട്ടണം, അതെനിക്ക് നിർബന്ധം. അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ ഞാൻ പറയും ഞാൻ ദുബായിലാണെങ്കിൽ ഞാൻ ദുബായിലാണെന്ന് പറയും. അപ്പോൾ ഞാൻ ദുബായിലാണെന്ന് പറഞ്ഞിട്ട് പോലും ആൾക്കാരെ വിശ്വസിക്കുന്നില്ല ഞാൻ ദുബായിലാണെങ്കിൽ നിന്നെ എങ്ങനെ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടുക എന്ന് ചോദിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ട് ഞാൻ ദുബായിലാണെന്ന് പ്രൂവ് ചെയ്ത്, ഞാൻ ബുർജ് ഖലീഫേൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പ്രൂവ് ചെയ്തിട്ട് വേണം ഞാൻ ദുബായിലാണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ തിരിച്ച് വയനാട്ടിലേക്ക് പോയപ്പോൾ ഇവർക്ക് വിശ്വാസമായി. കാരണം പൈസ പറ്റിച്ച് മുങ്ങേണ്ടവനാണെങ്കിൽ ആ വഴിക്ക് പോവായിരുന്നു. വീണ്ടും ദുബായി പോയവൻ തിരിച്ച് വയനാട് വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്തോ ചെയ്യുന്നുണ്ട്, പൈസയ്ക്ക് വേണ്ടി എന്തോ ചെയ്യുന്നുണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ പല ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്തു, അതിലും ഫെയിലായി. ആഡ് ഓൺ ആപ്പ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ആ ബിസിനസ്സിലും 10-20 ലക്ഷം രൂപേൻ്റെ അടുത്ത് ലോസ് ഉണ്ടായി. ആ ബിസിനസ് എന്തായിരുന്നു അതിൻ്റെ ഒരു? അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ കടകളുടെയും ഷോപ്പുകളുടെയും പരസ്യങ്ങൾ, ലൈക്ക് ഒരു ഫേസ്ബുക്ക് പോലത്തെ ഒരു ആപ്പ്, അവരുടെ പരസ്യങ്ങൾ മാത്രമായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അവരുടെ പ്രൊഫൈല്, അവരുടെ കടകളിൽ എന്തൊക്കെയുണ്ട്, അവരുടെ കടകളിൽ നിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യുക ഒരു കസ്റ്റമർക്ക്. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ഡൗൺലോഡ്സ് കാര്യങ്ങൾ വന്നില്ല, അത് പബ്ലിക്കിലേക്ക് ഒരു വൈറലായിട്ട് എത്തിക്കാൻ പറ്റിയില്ല ആ സമയത്ത്. പിന്നെ അത് ഫ്ലോപ്പായി പോയി. പിന്നെ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പായിരുന്നു അത്. ഞാൻ എൻ്റെ അവസാനത്തെ ഒരു കണക്ഷൻ എന്നുള്ള രീതിക്ക് പാർട്ണർഷിപ്പിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. പക്ഷെ അതിലും ഞാൻ കാരണം അവരും ബുദ്ധിമുട്ടി. അതുവരെയുള്ള ഇപ്പം പൊതുവെ എല്ലാവരും ഞാൻ കാരണം ബുദ്ധിമുട്ടിയെന്ന് തന്നെ പറയാം. വീണ്ടും എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ച് ഇവരെയൊക്കെ രക്ഷിക്കണം എന്നുള്ളൊരു രീതിക്കാണ് വീണ്ടും കൊച്ചിയിൽ വന്ന് ഒറ്റയ്ക്കൊരു ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, ഈ ബിസിനസ് തോറ്റപ്പോൾ കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? എല്ലാവരും തെറി മാത്രമാണ് പറഞ്ഞത്, വേറൊന്നും പറയാനില്ല. 1-2 ആൾക്കാർ മാത്രമാണ് കൂടെ നിന്നിട്ടുള്ളൂ. പക്ഷെ അവരെയും പറയാൻ പറ്റില്ല, അവർ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ചെയ്യുന്നതെല്ലാം ഫ്ലോപ്പാണ്. നിനക്ക് ട്രേഡിങ് അറിയുമെന്ന് വരെ ചോദിച്ചിട്ടുണ്ട് എന്നോട് ആൾക്കാർ.
അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മുടെ ഓൺ ഫണ്ട് അല്ലെങ്കിൽ നല്ലൊരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. ചെയ്യുന്നതെല്ലാം ഫ്ലോപ്പാണ്, ചെയ്യുന്നതെല്ലാം ഫെയിലിയറാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ, സൂയിസൈഡ് ചെയ്യാൻ നോക്കുന്നു, ദിവസം ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, ഒരു 200 ഒരാളോട് ചോദിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ കുറ്റപ്പെടുത്തലും കൂടി കേൾക്കുമ്പോൾ നമ്മൾ മൈൻഡ് ഡൗൺ ആയി പോകും. വേറെ ഒന്നും ചെയ്യാനില്ല. ആ ഒരു സിറ്റുവേഷനിൽ വന്ന ഒരാൾക്കാണ് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ മൈൻഡ് ടോട്ടലി ഡൗൺ ആയി പോയിട്ടും ഈ കൂടെ നിന്ന ആരെങ്കിലും ഉണ്ട്? കാരണം നമ്മൾ ഒരു ബ്ലാക്ക് ഔട്ട് ആവുന്ന സമയമുണ്ട്. കൂടെ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ എന്താ പറയുക, നന്ദി മാത്രമേ ഉള്ളൂ. കാരണം അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പം നിൽക്കുന്നത് തന്നെ. കാരണം നമുക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോഴും കൂടെ നിന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ്. അതിലൊരു സ്പെസിഫിക് ചോദ്യമുണ്ട്. ഓക്കെ. നമ്മളെപ്പോഴും പറയും നമ്മൾ വളരുമ്പോൾ ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ടാകും, തളരുമ്പോൾ അവരൊന്നും ഉണ്ടാവില്ല എന്ന്. നിങ്ങളുടെ വളർന്നപ്പോഴും തളർന്നപ്പോഴും നിന്ന ആരെങ്കിലും ഉണ്ട്? വളർന്നപ്പോഴും തളർന്നപ്പോഴും നിന്ന ആൾക്കാരുണ്ട് എൻ്റെ കൂടെ തന്നെ. കുറച്ച് ഇപ്പം നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ ഒന്ന് രക്ഷപ്പെടുമ്പോൾ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാകുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. പൈസ പോയി കഴിയുമ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുപോലത്തെ എൻ്റെ ലൈഫിൽ കുറച്ച് പേരേ ഉള്ളൂ. പൈസ ഇല്ലാത്തപ്പോൾ കൂടെ നിൽക്കാത്ത കുറച്ച് പേരേ ഉള്ളൂ. പൈസ ഇല്ലാത്തപ്പോൾ കൂടെ നിന്നവരാണ് കൂടുതലും. പക്ഷേ അവരെ അടക്കം എന്താ പറയുക, നെഗറ്റീവ് അടുപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. കാരണം ചെയ്യുന്നതൊന്നും അവൻ്റെ കൂടെ നിന്നിട്ടും തളർന്നിട്ടും അവൻ ഫെയിലായിട്ടും കൂടെ നിന്നിട്ട് അവനെ കൊണ്ട് കയറി വരാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് ഇവരൊക്കെ ചിന്തിച്ചത്. ശരി, ആദ്യത്തെ സംരംഭം പരാജയപ്പെട്ടു. ആദ്യത്തെ സംരംഭം പരാജയപ്പെട്ടു എന്ന് പറയണ്ട, ആദ്യത്തെ സംരംഭത്തിൽ പരാജയം രണ്ടാമത് വിജയിച്ചു. അറിവുകേടുകൊണ്ട് അത് തോറ്റു. പിന്നെ തുടങ്ങിയത് നിരനിരയായിട്ട് പൊട്ടി. ഏറ്റവും ഒടുവിൽ തുടങ്ങിയിരിക്കുന്ന സംരംഭം ഒരുപക്ഷെ അതൊരു വിജയത്തിന്റെ പാതയിലാണ്. ഏകദേശം 13ഓളം ജീവനക്കാർ അതിലുണ്ട്. എന്തായിരുന്നു ആ ഒരു സംരംഭത്തിലേക്കുള്ള യാത്ര? ആ ഒരു സംരംഭത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്, എൻ്റെ ഒരു ലൈഫിൽ സംഭവിച്ചത് പൈസയാണ് പ്രശ്നം. നമ്മൾ ചിന്തിക്കുന്നത് നല്ല എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, കോടികൾ പൈസ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു ഡിഗ്രി കാലഘട്ടത്തിലാണ് ഓരോ ആൾക്കാർ, +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കാലഘട്ടത്തിലാണ് ഓരോ ആൾക്കാർ എങ്ങനെ പൈസ ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ചിന്തിച്ചു തുടങ്ങുക. അപ്പോൾ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് പല മേഖലകളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. അപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ഫണ്ടിങ് സപ്പോർട്ട് കൊടുക്കുക, അവർക്കൊരു നോളജ് എത്തിച്ചു കൊടുക്കുക. നോളജ് ഇല്ലാത്ത കുറവ് കൊണ്ടും പല രീതിക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക്. ഈ സ്റ്റുഡൻസാണ് വളർന്നു വന്ന് യൂത്ത് ആവുന്നത്, എന്നെപ്പോലെയുള്ള ബിസിനസ്മാൻമാരാവുന്നത്. അപ്പോൾ അവരിൽ നിന്ന് തന്നെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തണം. തോറ്റുപോയവൻ വീണ്ടും ഫണ്ട് കൊടുക്കാൻ പറ്റുമോ? കാരണം നിങ്ങൾ ഓൾറെഡി ഫണ്ടില്ലാതിരിക്കുവാണ്. ഇല്ല, എൻ്റെ കയ്യിൽ നിലവിൽ പൈസ ഒന്നുമില്ല. ഞാൻ പാപ്പരാസിയാണ്. ഞാൻ കൊടുക്കുന്ന ബിസിനസ് തന്നെ, ഞാൻ പറയുന്ന ബിസിനസ് തന്നെ ഫണ്ടിങ് ആണ്. സ്കോളർഷിപ്പ് കൊടുക്കുക എന്നാണ് എൻ്റെ ബിസിനസ്സിൻ്റെ. കാശില്ലാതെ പറയുവാണ്. പക്ഷേ അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ 50% തന്നെയാണ് സ്റ്റുഡൻസിന് റിട്ടേൺ പോകുന്നത്. നമുക്ക് റിസ്ക് ഇല്ല. അപ്പം ഈ പറയുന്ന രീതിക്ക് അവരിലേക്കൊരു നോളജ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, അവർക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് ഇപ്പോൾ ഏകദേശം 10-20 സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുക്കാൻ സാധിച്ചു. ഇനി അത് വരുന്നൊരു 5 വർഷം കൊണ്ട് ഓൾ ഇന്ത്യ ലെവലിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും എൻ്റെ ഒരു സാഹചര്യം കൊണ്ടുള്ളൊരു സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ബിസിനസ്. എന്നാലും പിടിച്ചു കയറി വരുന്നുണ്ട്. അത്യാവശ്യം കച്ചവടം വിജയത്തിൻ്റെ പാതയിലേക്ക് ആയി വരുന്നുണ്ട്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടാണ് ശരിക്കും വയനാടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ദുബായിൽ പോയി തോറ്റുപോയി, പുതിയ സംരംഭം തോറ്റുപോയി, നാട്ടുകാരനെ മുഴുവൻ മുന്നിൽ കള്ളൻ എന്നുള്ള വിളിപ്പേരുമായിട്ടായിരിക്കും നാട് വിടുന്നത്. ഫോൺ എടുത്താലും ആ വിളിപ്പേരിന് മാറ്റമില്ലല്ലോ. എന്നിട്ട് എറണാകുളത്തേക്ക് തിരിച്ച് വീണ്ടും വണ്ടി കയറുകയാണ്. കൊച്ചിയിലെത്തിയപ്പോൾ എന്താണ് നിങ്ങളെ വരവേറ്റ? കൊച്ചിയിൽ വീണ്ടും തിരിച്ച് ഞാൻ വന്നപ്പം എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈസ ഉള്ള സമയത്ത് ഞാൻ വന്നപ്പോൾ താമസിച്ചത് ഈ പറയുന്ന റാഡിസൺ ബ്ലൂവിലാണ്. വീണ്ടും ഞാൻ പണയം വെച്ച വണ്ടി, അതായത് പണയം വെച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ വണ്ടി വിറ്റുപോയി. ആ വണ്ടി ഞാൻ ഈ പറയുന്ന കൊച്ചിയിൽ വന്നിട്ട്, അന്ന് മഴയുണ്ടായിരുന്നു, ലുലുമാളിൻ്റെ അവിടെ ഞാൻ സൈഡിൽ നിൽക്കുക. എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഈ വണ്ടി പോയി. അന്ന് സഫാരി പോയി എടുത്ത വണ്ടിയാണ്, ഒരു വാശിക്കെടുത്ത വണ്ടി കയ്യിൽ നിന്ന് പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ആ സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ കൂടെ ആ വണ്ടി പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതായത് ദുബായി പോയി എല്ലാം ഒരു വഴിയില്ല, ഇനി ഫ്രണ്ടിലോട്ടും ഇല്ല ബാക്കോട്ടും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പം ആ സ്വപ്നം കണ്ട ആ വണ്ടി, ഞാൻ എടുത്ത വണ്ടി വേറെ ആരോ ഓടിച്ചുകൊണ്ട് പോകുന്നു. അന്ന് ഒരുപാട് കരഞ്ഞു. അന്ന് അവിടെ നിന്ന് മഴയത്ത് ഒരുപാട് കരഞ്ഞു. അതുപോലെ തന്നെ അന്ന് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അന്ന് താമസിക്കാൻ വേറെ സ്ഥലങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വൈറ്റില ഈ ബ്രിഡ്ജിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ താമസിക്കും മഴയായതുകൊണ്ട്.
അപ്പോൾ അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. രാത്രി അവിടെ അവിടെ കിടന്നുറങ്ങിയപ്പോഴും ഇങ്ങനെ ചിന്തിക്കുവാണ് നമ്മൾ പൈസയുള്ള സമയത്ത് ഈ റാഡിസൺ ബ്ലൂവിൽ വന്ന് താമസിച്ചു. പുറമേ നോക്കുന്ന ആൾക്കാർക്ക് പറയാം അഹങ്കാരം കൊണ്ടാണെന്നൊക്കെ പറയാം ഈ വീഡിയോ കാണുമ്പോൾ. അങ്ങനെയല്ല, അതൊക്കെ സ്വപ്നമാണ്, ഓരോ ആൾക്കാരുടെ സ്വപ്നങ്ങളാണ് അതൊക്കെ. അങ്ങനെ വന്ന ഞാൻ അന്ന് അവിടെ നിലത്ത് കിടന്ന് നല്ലോണം സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. വേറെ ഫ്രണ്ട്സിനെ വിളിക്കാനോ അവിടെ റൂമോ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പൈസ ഇല്ല. പിന്നെ ഇവരെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് ഒരാൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ, കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നത്. അങ്ങനെ അവിടെ കിടന്നുറങ്ങി. അന്ന് ഒരുപാട് കരഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു ആ വാശിപ്പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എങ്ങനെയാണ് ഇത്രയും കടങ്ങൾ ഉണ്ടായിട്ട് നീ പിടിച്ചു നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പലതവണ സൂയിസൈഡ് ചെയ്യാൻ നോക്കി. സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നോക്കാതിരിക്കില്ലല്ലോ. ആരാണെങ്കിലും ഇത്രയും പൈസ പ്രശ്നം വന്നാൽ, എത്രയും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യാൻ നോക്കും. പലരും സൂയിസൈഡ് ചെയ്തിട്ട് മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ മരിക്കാത്തവനാണെന്ന് മാത്രമേ ഉള്ളൂ, പ്രത്യേകത ഉള്ളൂ. അങ്ങനെ ഞാൻ മരിക്കാൻ നോക്കിയ എന്നെ രക്ഷിച്ച എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ആൾക്ക് ഞാൻ പൈസ കൊടുക്കാറുണ്ട്. ആ ആൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അത് അങ്ങനത്തെയൊക്കെ എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ മരിക്കാൻ പോയപ്പോൾ ആൾ എങ്ങനെ രക്ഷിച്ചു? എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഞാനിപ്പം ഈ പൈസേൻ്റെ പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് കാണും. ഈ പൈസേൻ്റെ കാര്യങ്ങൾ സംസാരിക്കും, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊക്കെ പറയും. എല്ലാവരും പറയും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയും. അങ്ങനെ ഒന്നും ചെയ്യാനില്ല. അപ്പം ഇനിയൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ എന്ത് ചെയ്യാൻ, ചത്തു കഴിഞ്ഞാൽ തീർന്നു, വേറൊന്നും ചിന്തിക്കാനില്ല. വീട്ടുകാർക്ക് പോയി, ആകെയുള്ളത് ബ്രദറുണ്ട്, ആൾ നോക്കിക്കോളും എന്നുള്ള രീതിക്ക് ബ്രിഡ്ജിൻ്റെ അടുത്ത്, വയനാട്ടിൽ നമ്മുടെ ഒരു സ്ഥലത്ത് പാലത്തിൻ്റെ അടുത്ത് പൊക്കത്തുനിന്ന് ചാടാൻ നോക്കി. അപ്പോൾ അത് ഈ പറയുന്ന ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടാണോ ചാടിയത്? ഇല്ല, ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. പക്ഷേ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ സൂയിസൈഡാണെങ്കിൽ പൈസ കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പം അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചില്ല. പിന്നെ ഇൻഷുറൻസ് എടുക്കണേ തന്നെ 24,000 രൂപ വേണം, അതില്ല. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്ത ആൾ അന്ന് ആ സമയത്ത് പോലീസും വന്നു. കറക്റ്റ് പോലീസിനോട് പറഞ്ഞു ഇവൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി. പോലീസുകാരടക്കം പറഞ്ഞു വേറെ എന്തൊക്കെ വഴികളുണ്ട്, എങ്ങോട്ടേലും ഒളിച്ചോടി പോവുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ട് കടങ്ങൾ വീട്ടാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇതൊന്നും എൻ്റെ തലയിൽ കയറുന്നില്ല. കാരണം ആ ഒരു സിറ്റുവേഷൻ മറ്റൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ കടന്നു വന്നു. അതിനുശേഷം വീണ്ടും പ്രശ്നങ്ങൾ വന്നു. പിന്നെയും സൂയിസൈഡ് ചെയ്യാൻ നോക്കി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് സൂയിസൈഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ജയിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ വെല്ലുവിളിയുള്ള കാര്യമൊന്നുമല്ല. ബാക്കി എല്ലാത്തിലും തോറ്റ ആൾക്ക് സൂയിസൈഡ് ജയിക്കാൻ എളുപ്പമാണ്. എന്തിനാ നിങ്ങൾ മരിക്കാതിരുന്നത്? കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ ഒരു വാശി എനിക്ക് പൊതുവേ ഉണ്ട്. അതായത് നമ്മൾ തോക്കാൻ പാടില്ല, എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള വാശി. പക്ഷേ എല്ലാം മടുത്തു കഴിയുമ്പോഴാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷൻ അത് ഫീൽ ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഒരു വഴിയില്ല, ഒരാളെയും നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഒരാളെയും വിളിക്കാനും ഇല്ല, ഒരാളും നമ്മളെ തിരിച്ച് വിളിക്കാനും ഇല്ല, ഒന്നും ചെയ്യാനില്ല. മുമ്പോട്ട് എന്തെന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലയെന്ന് തോന്നുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. ഒരു സൊല്യൂഷൻ ഇല്ല. കോള് വന്നതൊക്കെ പൈസ തെറി പറയാൻ വേണ്ടി വന്ന കോളുകളാണ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ദുബായിൽ അവിടെ എന്ന് പറയുമ്പം ജോബിന് പോകും എല്ലാവരും, പിന്നെ റൂമിൽ ഒറ്റയ്ക്കാണ്. അങ്ങനെ അവിടെ നിന്നും സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ അവിടെ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറേ ഫോർമാലിറ്റീസ് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഡേഞ്ചർ അവസ്ഥയായതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാലൊന്നും എല്ലാവർക്കും സന്തോഷമുള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് തിരിച്ച് കയറി വരണം, പൈസ ഉണ്ടാക്കണം, ഈ പൈസയ്ക്ക് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വാശി ഉള്ളതുകൊണ്ടാണ് വീണ്ടും എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് വീണ്ടും ഇറങ്ങുന്നത്. ചെയ്യില്ല, സൂയിസൈഡ് ചെയ്യാതെ തിരിച്ചു വരും. പിന്നെ എന്തെങ്കിലും ചോദ്യം കൂടെ ചോദിക്കാൻ മേല, ഇനി സൂയിസൈഡ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റാണ് നമ്മുടെ അടുത്തുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വലിയൊരു മാർക്കറ്റ് എന്ന് പറയാം. ബിസിനസ് അറിയുന്നവനും ബിസിനസ്സിൽ കോൺഫിഡൻസ് ഉള്ളവനും ഒരിക്കലും ഒരു പൈസ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യില്ല. അതിന് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ. ചിലപ്പോൾ കുറച്ച് ദിവസം മാറി നിൽക്കും, 1 വർഷം 2 വർഷം മാറി നിൽക്കും, അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി തിരിച്ചു വരും എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ അങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നത് തന്നെ വേറൊരു വഴികളും ഇല്ല. ഇനിയിപ്പം ഈ പറയുന്ന രീതിക്ക് ഒരറ്റത്തെത്തി നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് ചിന്തിച്ച് തുടങ്ങുക തന്നെ. എന്നാലും ഒരു വാശിയുള്ള ഒരാൾ തിരിച്ചു വരും, മരിക്കില്ല. ഉറച്ച വിശ്വാസം.
ഇന്ന് കണ്ടെത്തിയ സൊല്യൂഷനെ കുറിച്ചൊന്ന് പറയാമോ? കാരണം ഈ സൊല്യൂഷൻ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ഒരുപാട് സംരംഭകരെ കാണാറുണ്ട്. പലപ്പോഴും ഇതേ അവസ്ഥയിലൂടെയുള്ള സംരംഭകൻ്റെ യാത്ര കാണാറുണ്ട്. മുന്നിലിങ്ങനെ ചിരിച്ച് പിടിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കും. പിന്നിലൂടെ നോക്കുമ്പോൾ അവൻ്റെ പുറകിലുള്ള കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവരൊക്കെ നടന്നു വന്ന വഴികളിൽ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ പലരും വീഴ്ചകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഒക്കെയാണല്ലോ പഠിക്കുന്നത്. നിങ്ങളും വീഴ്ചകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ട്. അതിൽ 13 സ്റ്റാഫ് ഉണ്ടെന്ന് എനിക്കറിയാം. 13 പേരുടെ ഒരു ടീമായിട്ടാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും വിവിധ ഒരു ഓഫീസ് സ്പേസ് പോലും ഇല്ലാണ്ട് അത് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബിസിനസ് എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക, അത് ത്രൂ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത് നോളജ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രൊജക്റ്റ് വരുന്നത് അതായത് ഒരു ST പൈസ പോലും എടുക്കാനില്ലാത്ത സ്റ്റുഡൻസ് ഇന്ന് കേരളത്തിലുണ്ട്. പല ജില്ലകളിലായിട്ട് പല പഞ്ചായത്തുകളിലായിട്ടും ഉണ്ടാവും. നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പോലും നമ്മൾ വരെ തെണ്ടിയിട്ടുണ്ട് ഈ ST പൈസയ്ക്ക് വേണ്ടി. 3 രൂപ 2 രൂപയ്ക്കാണ് ഒരു ST പൈസ വരുന്നത്. രാവിലെ പോകുന്നതിന് 2 3 വരും, തിരിച്ചു വരുന്നതിന് 3 രൂപ, ടോട്ടൽ ഒരു 6 രൂപ വരും. ആ പൈസ പോലും ഇല്ലാത്ത വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട്, ഇന്നും ഉണ്ട്. ഈ പറയുന്ന ഈ വർഷവും ഈ നിമിഷവും നമ്മൾ ഈ വീഡിയോ കാണുന്നവരും ചിലപ്പം ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പിള്ളേരുണ്ടാവും. അപ്പോൾ അവർക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു ബേസിക് നോളജ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു 20 സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന ഒരു 5 വർഷം കൊണ്ട് നല്ലൊരു എമൗണ്ട് സ്കോളർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാനിങ്ങിലുള്ളത്. അപ്പോൾ ഇത്രയും കടത്തിലുള്ളവൻ എങ്ങനെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുള്ള ചോദ്യങ്ങളാണ് പുറമേ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പ്രോഫിറ്റ്, നമുക്കൊരു റവന്യൂ കിട്ടുന്നതിൻ്റെ 50% ആണ് നമ്മൾ സ്റ്റുഡൻസിനായിട്ട് റിട്ടേൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ബിസിനസ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അപ്പം നിലവിലൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പതുക്കെ അതിനനുസരിച്ചാണ് മൂവ് ആവുന്നത്. പല പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും പ്രശ്നങ്ങളുള്ള എനിക്ക് ഏകദേശം ഏത് രീതിക്കായിരിക്കും ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക ഊഹിക്കാലോ. ഇപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുകൾ നല്ലപോലെ ഉണ്ട്. ശമ്പളമൊക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ബിസിനസ് മുമ്പോട്ട് പോകുന്നത്. ശമ്പളം കൊടുക്കാനുണ്ട്, കുറച്ചൊക്കെ പെൻഡിങ് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത് ഈ പണമൊക്കെ? എല്ലാം റോളിംഗ് ആണ്. വിറ്റ് കിട്ടുന്നതിൽ നിന്ന് തന്നെ റോൾ ചെയ്ത് അതെ. സെയിൽ വരുന്നുണ്ട്, അല്ലാതെ വരുമ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു വളർച്ചയുടെ പാതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ കാണുന്നത്? എത്ര കുട്ടികളിലേക്ക് ഇത് എത്തിക്കുമെന്നാണ്? എത്ര പേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുമെന്നാണ്? എന്ന് കടങ്ങൾ വീട്ടുമെന്നാണ്? ഇത് വലിയൊരു ചോദ്യമാണ്. ഇവിടെ ഒരു വീഡിയോയിൽ പറയണ ഇത്ര വർഷം കഴിയുമ്പോൾ ഞാൻ ഈ കടങ്ങളൊക്കെ തീർക്കും എന്നുള്ളത്. എന്നിത് വിജയത്തിലേക്ക് എത്തും, എന്ന് കടങ്ങൾ തീർക്കും, എന്താ പ്രതീക്ഷ? നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന ഏകദേശം ഒരു 1 ഇയർ കൊണ്ട് കമ്പനി ഒരു വിജയത്തിലേക്ക് എത്തിക്കുക, 2 വർഷം കൊണ്ട് ഈ കടബാധ്യതകളൊക്കെ തീർക്കുക എന്നുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മൾ മുൻകൂട്ടി കാണുന്നത്. അപ്പം അതിൽ ഇപ്പം നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു സ്കോളർഷിപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 10,000 സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്പനി ഒരു വിഷനായിട്ട് കാണുന്നത്. അതും കേരളത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിലേക്ക് ആകുമ്പം അതിനനുസരിച്ച് ഒരു ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ച് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് വളർന്നു വരാൻ പറ്റും. ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഒരു പ്രോപ്പർ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, ഒരു പ്രോപ്പർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു രീതിക്ക് കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ ചെയ്യാൻ പറ്റും എന്നാണെങ്കിലും നമുക്കൊരു വിശ്വാസമുണ്ട് ഇത്ര വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തിക്കാന്നുള്ളത്. ഒരു ടൈം പീരീഡ് എടുക്കുമെന്ന് മാത്രം. അതെ. ഒരു സീഡ് ഫണ്ടിങ് കിട്ടിയത് ഇതുകൂടി എളുപ്പമാകും. അതെ. ഇതുകൂടി എളുപ്പമായിട്ട് ശ്രമിക്കുന്നുണ്ട്, പല മേഖലകളിലും ശ്രമിക്കുന്നുണ്ട്, പല ആൾക്കാരെയും കാണുന്നുണ്ട്, പല മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് വേണ്ട രീതിക്ക് കാര്യങ്ങൾ ശരിയായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുട്ടുവയും തുറക്കപ്പെടും, മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ യാത്രയിൽ ഈ പെട്ടെന്ന് പണമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ. അബദ്ധങ്ങൾ പിണയുന്നവരുണ്ട്. ഞാനും പെട്ടെന്ന് പണമുണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ എല്ലാത്തിലും പരാജയപ്പെട്ടുപോയിട്ട് ഒടുവിലാണൊന്ന് ഒരു സംരംഭത്തിലേക്കൊക്കെ എത്തുന്നത്. ഈ പെട്ടെന്ന് പണമുണ്ടാക്കുന്നവരോട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശം കൊടുക്കാനുണ്ടോ? പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ നോക്കുന്നവരോട് ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്വപ്നമാണല്ലോ. അപ്പം അതിനനുസരിച്ചുള്ള റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൈസയൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരും. ഒരു ദിവസം കൊണ്ടൊന്നും ഒരിക്കലും ഈ പറയുന്ന പൈസ കയ്യിലേക്ക് വന്നുകൊള്ളണമെന്നില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പല വീഴ്ചകളും ഉണ്ടാവും. വലിയ വീഴ്ചകളായിരിക്കും, ജീവൻ വരെ പോകുന്ന വീഴ്ചകളായിരിക്കും. അത്രയ്ക്ക് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഴാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കോടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് ഉണ്ട്.
അതുപോലെ റിസ്ക്കും ഉണ്ട്. അതുപോലെ റിസ്ക് ഉണ്ട്. റിസ്ക് എടുക്കാൻ തയ്യാറാവണം. മരിക്കുമെന്ന് വരെ വിചാരിച്ച് വേണം മുമ്പോട്ട് പോകാൻ. വീണ് പോയാൽ എന്ത് സംഭവിക്കും? വീണ് പോയാൽ എന്ത് സംഭവിക്കും? ഇല്ലെങ്കിൽ വലിയ പൈസ ഉണ്ടാക്കണ്ട, തട്ടിയും മുട്ടിയും പോയാൽ മതി എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസ്ക് എടുത്താൽ മതി. റിസ്ക് എടുക്കുന്നവർക്ക് ജയിക്കാനുള്ള സാഹചര്യമുണ്ട്, തോക്കാനുള്ള സാഹചര്യമുണ്ട്. തോക്കാനുള്ള സാഹചര്യമുണ്ട്. തോറ്റു കഴിഞ്ഞാൽ തിരിച്ച് കയറി വരാനുള്ളൊരു ധൈര്യം വേണം. മനഃശക്തി വേണം, ഒരു ധൈര്യം വേണം. തിരിച്ച് നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കള്ളനോ അല്ലെങ്കിൽ പറ്റിച്ചിട്ട് പോയാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടാകാം. വീട്ടിൽ കുടുംബക്കാരൊക്കെ ഉണ്ട്. അതെ. എങ്ങനെ ഇപ്പം അവരുടെ ഒരു അവസ്ഥ? വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ദയനീയ അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുവരെയും ആർക്കും നമ്മൾ ഈ പറഞ്ഞ രീതിക്ക് കറക്റ്റ് കടങ്ങൾ വീട്ടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. വീട്ടിലാണെങ്കിൽ നമുക്കിപ്പോൾ ഇതുവരെ ആയിട്ടൊന്നും രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ലല്ലോ. അപ്പം എന്നും റെഡിയാവും. നമ്മളെന്നും യൂസ് ചെയ്യുന്നൊരു വേർഡാണ് എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും, റെഡിയാവും, നാളെ റെഡിയാവും. ഇതൊക്കെ പറഞ്ഞും കേട്ടും മടുത്തു എല്ലാവരും. അപ്പം വീട്ടിലിപ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന കടങ്ങൾ ഓരോന്ന് വീട്ടി വന്നാലാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാവുള്ളൂ. കടക്കാരൊക്കെ ഇപ്പോഴും വീട്ടിൽ വരാറുണ്ട്. കടക്കാർ ഇപ്പോഴും വീട്ടിൽ വരാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാലും പൈസയ്ക്ക് പൈസ തന്നെ വേണമല്ലോ. വേറെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പൈസ ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവരെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും. ജീവിതത്തിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്തായിരിക്കും? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത് തന്നെയാണ്. കാരണം ഈ ദുബായി പോയ സമയത്ത് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണ് മറക്കാൻ പറ്റാത്തൊരു അനുഭവം. കാരണം അവിടെ പരിചയമുള്ള ആൾക്കാരും ഇല്ല, ആരോടും സംസാരിക്കാനൊന്നുമില്ല, ചുറ്റിനും ആരുമില്ല. അതാണ് തിരിച്ചുവരവെന്ന് തന്നെ ഞാൻ പറയാം. ഇപ്പം കേൾക്കുന്ന എല്ലാവരും ഇപ്പോഴും സൂയിസൈഡ് ചെയ്യാൻ ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവും. പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, പല വിഷമങ്ങളുണ്ടാവും. ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല, ഒരാൾ പോലും ഉണ്ടാവില്ല. ദൈവം പോലും ഇറങ്ങി വരില്ല നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കയറെടുത്ത് തൂങ്ങി തല അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അബദ്ധത്തിൽ നമ്മൾ തിരിച്ചു വരണമെന്ന് വിചാരിച്ചാൽ പോലും ആ കസേര വീണുപോയി നമ്മൾ ചത്തുപോകും. അതുവരെ നമ്മൾ ചിന്തിച്ച് നോക്കണം. നമുക്ക് ഒരു ഫോൺ കോളോ, നമുക്ക് അവസാനം നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാലാകി ഒന്നും വരില്ല, ആരും വരില്ല. നമുക്കൊരു വാശി വേണം. നമ്മളെന്തായാലും മരിക്കും ഒരു ദിവസം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെയുള്ള ഒരു സ്പേസ് ഈ ലോകത്തുണ്ട്. ഈ പറഞ്ഞ കടങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അത് സോൾവ് ചെയ്യുക. ആ സോൾവ് ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ ഈ ലോകത്തുണ്ട്. അപ്പം അത് ഫേസ് ചെയ്യാം. മരിക്കാൻ തീരുമാനിച്ചല്ലോ, എന്തായാലും മരിക്കാൻ തീരുമാനിച്ച്. അപ്പോൾ പിന്നെ ജീവിച്ച് മരിച്ചൂടെ, എന്നിട്ട് ജീവിക്കാൻ വേണ്ടി തിരിച്ചു വരിക. അപ്പോൾ ആ ഒരു രണ്ടാം വരവിൽ നമുക്കൊരു പുതിയൊരു ജീവിതം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പം നല്ലൊരു ലൈഫ് ഉണ്ടാവും, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ലോകത്തുണ്ട്. നല്ല രീതിക്ക് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് അവിടുന്ന് തിരിച്ചു വന്നത്. പറ്റട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം. രണ്ടാമത് ഒരു ലക്ഷറി ലൈഫും ഒരു സാധാരണ ജീവിതവും മുന്നോട്ട് പോയ ഒരാളാണ്. അതിൽ മാനിഫെസ്റ്റ് ചെയ്ത് കാറ് വാങ്ങി എന്നോട് പറഞ്ഞു. അതുപോലെ ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നു, അന്നത്തെ മാനിഫെസ്റ്റേഷനും ഒന്ന് പറയാൻ പറ്റുമോ? ഈ മാനിഫെസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വേർഡ് തന്നെ ഞാനത് മനസ്സിലാക്കുന്നത് അന്ന് ചെയ്തപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് UP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീടിൻ്റെ അടുത്ത് ഗ്രൗണ്ട് ഉണ്ട്. അപ്പം ആ സമയത്ത് വണ്ടീനോട് ഭയങ്കര ക്രേസാണ്. വീടിൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ട്, അവൻ്റെ ഒരു ആൾട്ടോ കാറുണ്ട്. ആൾട്ടോ കാറ് ആ മഴയത്ത് ഗ്രൗണ്ടിലിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പം അന്ന് നമ്മൾ ഈ ചക്രവണ്ടി ഉണ്ട്, മുരിക്കിൻ്റെ ടയറൊക്കെ കട്ട് ചെയ്തിട്ടുള്ളൊരു ചക്രവണ്ടി ഓടിച്ച് നടക്കുന്നത്. അന്ന് ഞാനിങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് പാട്ട് വെച്ചിട്ടാണല്ലോ കിടക്കുക. അന്ന് ഞാൻ ചിന്തിച്ചു എനിക്കൊരു വണ്ടി എടുക്കണം. സ്കോർപ്പിയോ ആണ് എനിക്കന്ന് താല്പര്യം, ബ്ലാക്ക് കളറ്. അങ്ങനെ ആ സ്കോർപ്പിയോ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷേ സ്കോർപ്പിയോ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. XUV ഡ്രിഫ്റ്റ് ചെയ്തു. ആ ഗ്രൗണ്ടിൽ തന്നെ XUV ഡ്രിഫ്റ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം ഈ പറയുന്ന ഫോർച്യൂണർ ഞാൻ മേടിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ XUV-നെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടി എൻ്റെ കയ്യിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ നമ്പർ മമ്മൂട്ടി, സിനിമാ നടൻ മമ്മൂട്ടീൻ്റെ നമ്പറാണ് 369. അപ്പോൾ അതിലൊക്കെ കുറേ റീച്ചൊക്കെ കിട്ടിയായിരുന്നു ആ വീഡിയോയ്ക്ക്. പിന്നീട് ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം ഞാനിരിക്കുന്ന ഈ ഒരു വേദിയാണെങ്കിൽ തന്നെ സ്പാർക്ക് എന്ന് പറയുന്നൊരു സംരംഭത്തിൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് പിള്ളേരുണ്ട് കേരളത്തിൽ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, നല്ല ഒരുപാട് സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട് ഇവിടെ വന്നിരിക്കണം എന്നുള്ളത്. അപ്പോൾ സക്സസ് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിച്ച 5 വർഷം, ഏകദേശം 6 വർഷം കൂട്ടിക്കോ, 6 വർഷം മുന്നേ ആഗ്രഹിച്ച ആ ഒരു വേദിയിൽ ഞാൻ ഇന്ന് ഇരിക്കുന്നുണ്ട്. പക്ഷേ ആഗ്രഹിച്ച പോലെ അല്ല ഇരിക്കുന്നത്, എന്നാലും ഇരിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല. വലിയൊരു കോടീശ്വരനായി ബെൻസ് അല്ലെങ്കിൽ മിനിമം എനിക്ക് ബെൻസ് ജീവാഗന ഇഷ്ടം. അപ്പോൾ ആ വണ്ടിയിലൊക്കെ വന്ന് നല്ലൊരു ബിസിനസ്മാനായി ഒരുപാട് ആൾക്കാർക്ക് നല്ല ജോലി കൊടുത്ത്
ഈ പറയുന്ന പ്രോഫിറ്റ് കോടികൾ പ്രോഫിറ്റ് ഉണ്ടാക്കി വലിയൊരു കോൺഫിഡൻസ് നല്ലൊരു ബിസിനസ്മാനായിട്ട് വന്നിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഈ സ്പാർക്കിൻ്റെ സ്റ്റോറീസിൽ. പക്ഷേ ഇങ്ങനെ വന്നിരിക്കാനാണ് സാധിച്ചുള്ളൂ. പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ നോക്കിക്കോ ഇതുപോലെ ആയിരിക്കില്ല ഞാൻ വരിക. അത് ഈ വീഡിയോ കാണുന്നവർക്കും നോട്ട് ചെയ്ത് വെക്കാം ആ ഡേറ്റ്. ആ ഒരു കോൺഫിഡൻസ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ സക്സസിലേക്ക് എത്തിക്കൊണ്ട്. പ്രൊഡക്റ്റിന് അതിനുള്ള ശക്തിയുണ്ട്. കാരണം അതെ അതെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു മോഡലാണ്. ഒരു പുസ്തകം മേടിക്കുന്നതിന് സ്കോളർഷിപ്പ് കൊടുക്കുന്നു. 1000 കുട്ടികളായി 13 സ്റ്റാഫായി വളരാനുള്ള എല്ലാ അല്ല ഒന്നും ബാക്കപ്പുമായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും ഇതിനൊന്ന് മുന്നോട്ട് ഇല്ലാത്തടത്തുനിന്നും ഓടിയാൽ മതി എന്നേ അതെ എത്തിക്കോളും. അതെ അതെ ഒന്നും ഇല്ലാത്തടത്തുനിന്നും മൈനസിൽ നിന്ന് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി മുമ്പോട്ടുള്ള ഒരു 5 വർഷം കൊണ്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റും എവിടെ എത്തും എന്നുള്ളത്. കാരണം ഇന്ത്യയിൽ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണിത്. സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ബ്രാൻഡാക്കി എടുത്തത് തന്നെ ഞാൻ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, എൻ്റെ ഒരു അറിവിൽ അങ്ങനെ ഇല്ല. അപ്പോൾ എല്ലാ മാസവും സ്കോളർഷിപ്പായിട്ട് ഒരു എമൗണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക, അത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക, പൈസ കിട്ടുക, സ്റ്റുഡൻസിന് പൈസ സെപ്പറേറ്റ് പാർട്ട് ടൈം ജോബിന് പോവാതെ തന്നെ ഒരു ഏണിങ്സ്. ഇപ്പം ലേഡീസ് ആണെങ്കിൽ തന്നെ അവർക്ക് ചിലപ്പോൾ വേറെ ജോബിനൊന്നും പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ കൊടുക്കുന്ന അറിവ് അവർ പകർന്നെടുത്ത് അതിലൂടെ കിട്ടുന്ന ഒരു വരുമാനം അത് അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സിവിൽ സർവീസിലേക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾ സൗജന്യ പരിശീലനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. പരിശീലനം മാത്രമല്ല, അവർ ആ പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യും. അപ്പോൾ അതിനൊക്കെ സാധിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്കൊക്കെ എൻ്റെ ഒരു ആഗ്രഹം പോലീസാവണമെന്നായിരുന്നു. ഇപ്പോഴും ആ രൂപമുണ്ട് കേട്ടോ. അല്ല രൂപം പലരും പറയുന്നുണ്ട്, പക്ഷേ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ സാധിച്ചില്ല, നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസിലേക്ക് IPS നമ്മുടെ കമ്പനി ത്രൂ, നമ്മുടെ ബിസിനസ് ത്രൂ നമ്മൾ കാരണം ഒരു 10-20 പേര് ആ ഒരു പൊസിഷനിൽ എത്തിയിരിക്കണം, ആ സീറ്റിലിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ലക്ഷ്യമുണ്ട്. ഒരു ലക്ഷ്യമുണ്ട്, അതെന്തായാലും എത്തിക്കാൻ പറ്റും. കാരണം അങ്ങനത്തെ കഴിവുള്ള വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് അവരിതൊന്നും ചെയ്യാത്തത്. നിങ്ങളുടെ പ്ലാറ്റ്ഫോം വഴി അങ്ങനെ ഒട്ടനവധി ആൾക്കാർക്ക് സപ്പോർട്ട് കിട്ടട്ടെ. സ്പാർക്കിൽ ഇനിയും ഇതുപോലെ കഥ പറയുവാൻ, വിജയത്തിലേക്ക് വളരുവാൻ ആഗ്രഹിക്കുന്നവർ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു സ്പാർക്കിൻ്റെ വേദിയിൽ ഈ കഥ പറഞ്ഞതിന്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ, വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.